കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ പകൽ ആദിപിതാക്കന്മാർ ആത്മാവിന്റെ സത്യത്തിലും ആരാധിച്ചതുപോലെ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ഞങ്ങളുടെ തിരുപാദപടത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപടമാകയാൽ അപ്പന്റെ പാദപടത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഇന്ന് രാത്രി ആ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആമേൻ. ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനേകരെ കണ്ണുനീരിലും പ്രയാസത്തിലും ആമേൻ ഇരുത്തുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ അന്ന് ശക്തനാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. പാടുവാൻ കൃപ നൽകണമേ. ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടങ്ങ് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. പാടുവാൻ കൃപ ചെയ്യണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം.
വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിന്റെ വചനവുമായി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. കർത്താവ് നൽകിയ എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് സന്തോഷമുള്ളവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഞായറാഴ്ച സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ഞാനും നിങ്ങളുമായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നല്ലോ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം, ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ഒരിക്കൽ കൂടെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളും വിശ്വസനവും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് അടിയന് കൃപ നൽകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്നലകളിൽ കർത്താവെ, ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് ഈ ഒരു പകൽ അത്ഭുതകരമായി ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഈ രാത്രിയിൽ അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി കർത്താവെ, ഞങ്ങൾക്ക് കുടുംബമായി നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾ ആയുസ്സിനെ ദീർഘമാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെ ഉളവാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അങ്ങ് പകർന്ന് ജയത്തോടെ ജീവിക്കുവാൻ കർത്താവെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മറകൂടാതെ ആവേ ഞങ്ങളോട്
സംസാരിക്കുന്ന ദൈവമേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ഉതകുന്ന ജീവന്റെ വചനം ആമേൻ ഇന്ന് രാത്രി കാതുകളിൽ കേൾക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് രാത്രി മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ശുശ്രൂഷിപ്പാനടിനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ലൈവിൽ ഇന്ന് രാത്രിയിൽ ആമേൻ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുന്നു. ആമേൻ. എന്തുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പാപം ചെയ്യാത്തത്? ഹല്ലേലൂയ. ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പാപം ചെയ്യാത്തത്? ഹല്ലേലൂയ. പാപം ആമേൻ അതെ ഈ ഭൂമിയിൽ ആമേൻ അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാധാരമായി 103 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 103 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ എല്ലാ അകൃത്യങ്ങളെയും ക്ഷമിക്കുന്നവൻ. ഹല്ലേലൂയ. മോചിക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ ക്ഷമിക്കുക എന്നാണല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഈ അകൃത്യവും രോഗവും തമ്മിൽ ആമേൻ ഒരു ബന്ധം ഉള്ളതായി നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. അകൃത്യവും രോഗവും തമ്മിൽ. ഹല്ലേലൂയ. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത വേദനയും രോഗവുമായി ആമേൻ അത് കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന നിരവധി ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഡോക്ടർമാരെ മാറി ചികിത്സിച്ചിട്ടും മരുന്ന് മാറി കഴിച്ചിട്ടും സൗഖ്യമാകാത്ത രോഗം കാരണം ജോലിക്ക് പോകാനോ ആമേൻ വീട്ടിൽ അത് സമാധാനത്തോടായിരിക്കുവാനോ കഴിയാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ക്ഷമിക്കപ്പെടാത്ത ആമേൻ എന്തോ അവസ്ഥ ആമേൻ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആമേൻ അത് രോഗമായി ആമേൻ അത് ദീനമായി ആമേൻ അത് സമാധാനമോ സൗഖ്യമോ അനുഭവിക്കുവാൻ കഴിയാതായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷക്തൻ പറയുകയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ആമേൻ നിന്റെ അകൃത്യത്തെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരുവൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ നാമം യേശു എന്ന നാമമാണ്. ഹല്ലേലൂയ. ആ നാമം ധരിച്ചവന് മാത്രമേ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. എന്താ പാപവും രോഗവും തമ്മിലുള്ള ബന്ധം? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യമാക്കാത്ത രോഗവുമായി കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ ശക്തനായ ഒരുവൻ 2020 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ചു. ആമേൻ. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ രോഗം പേറി കഴിയുന്നവർ, വേദനയോടെ കഴിയുന്നവർ, നിരാശയോടെ കഴിയുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുവെന്ന് ചിന്തിക്കുന്നവർ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ആമേൻ നിന്നോട് ഇടപെടുമ്പോ നിന്റെ ജീവിതത്തിൽ മറന്നു കിടക്കുന്ന പാപങ്ങള് ആത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോ തന്റെ ലംഘനങ്ങള് അതെ മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അവനോട് കരുണ കാണിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ അകൃത്യങ്ങളും ക്ഷമിക്കുന്നവൻ, നിന്റെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്ന ആമേൻ ഒരു നല്ല ദൈവത്തെ സങ്കീർത്തനം 103:3 അതെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
38-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അതെ തിരുവചനം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ആ വേദഭാഗത്തിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് സൗഖ്യമാക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഒരു രാജാവായി ജീവിക്കുവാൻ അവസരം ലഭിച്ച ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം രോഗം അതെ ദീനം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന് ഹേതുവാകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇതുപോലെ ഈ ലോകത്ത് രാജാവായി വാഴുവാൻ തക്കവണ്ണം അവസരം ലഭിച്ച ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആ സമയത്ത് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു പറയുന്ന യെശയ്യാ പ്രവാചകൻ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് പറയുകയാണ്, അതെ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി അവൻ നിന്റെ അകത്യം മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്നുള്ള വചനം വായിച്ച് ആരംഭിച്ച ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയ ശ്രോതാവേ, ഒരുപക്ഷെ നിന്റെ ദേശത്ത് നിന്റെ വീട്ടില് ഹിസ്കിയാവിനെ പോലെ വീട്ടിലെ നാഥനായിരിക്കാം. വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു വ്യക്തിയായിരിക്കാം. ഒരു രാജ്യത്തിന്റെ രാജാവ് ദീനമായി കിടന്നു, രോഗം മൂർച്ഛിച്ചു. ആ സമയത്ത് ദൈവത്തിന്റെ ശബ്ദമായി യെശയ്യാ പ്രവാചകൻ കയറി ചെന്ന് പറയുക, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുവാൻ നീ തയ്യാറായാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പോൾ ഹിസ്കിയാവ് മുഖം നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ്, നീ ഗ്രഹകാര്യം ക്രമത്തിലാക്ക, നീ സൗഖ്യമാകുകയില്ല, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ചെയ്തത് എന്താ? ഹല്ലേലൂയ. ചുവരിന്റെ നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ദൈവമുഖത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിന്നോട് കരുണ കാണിക്കുന്ന പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് രാത്രി പരിഹരിക്കപ്പെടാത്ത പ്രശ്നം എന്തുമാകട്ടെ, സൗഖ്യമാകാത്ത രോഗമാകട്ടെ, ഏത് വിഷയമാകുമോ, ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുമ്പോൾ നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവൻ, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു. ഇന്ന് പകലിലും വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ കൂടെ തിരുമുമ്പിൽ നടന്നവർ, ഹല്ലേലൂയ, രോഗവുമായി കഷ്ടവുമായി വേദനയുമായി നിരാശയുമായി കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെട്ടാൽ നീ അത് വരുത്തുവാൻ തയ്യാറായ ഇന്നലകളിൽ നീ ദൈവത്തിന് പ്രസാദകരമായി ചെയ്തതും പ്രവർത്തിച്ചതും ഓർത്ത് നിന്നോട് മനസ്സലിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏകാഗ്രത ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ തിരുമുമ്പിൽ നിനക്ക് നിന്റെ മുമ്പിൽ നടന്ന് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ, ചില പാപികൾ മനം തിരിയത്തക്ക വിധത്തിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരത്തക്ക വിധത്തിൽ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്ന് രാത്രി ദൈവാത്മാവ് ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അതേ മാതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അതേ സഹോദരി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അതേ പിതാവേ, അതേ കൂടപ്പറപ്പേ, അതേ സഹോദര, ഇന്ന് രാത്രി
പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ കർത്താവിന്റെ കരം ചലിക്കുകയാ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായവൻ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ കടന്നു വരികയാ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുന്നവൻ, നിന്റെ അകത്യങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ, നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. അവനെ കുറിച്ച് ഹിസ്കിയാ രാജാവ് ആമേൻ അറിഞ്ഞ് ആമേൻ അത് ജീവിച്ചു വരവേ ആമേൻ യെശയ്യാവ് പറയുകയാണ്, യഹോവ പറയുന്നു, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. നീ സൗഖ്യമാകത്തില്ല. ഉടൻ തന്നെ ഹിസ്കിയാവ് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്നേഹിത, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച ആമേൻ ഹിസ്കിയാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ യെശയ്യാവിനോട്, എന്നാൽ യെശയ്യാവിനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഇന്നലകളിൽ പ്രാർത്ഥിച്ച സ്നേഹിത, സഹോദര, കൂടപ്പറപ്പെ, അഭിഷക്തനെ, നിന്റെ പ്രാർത്ഥന അതെ കേൾക്കാത്തവനല്ല നീ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്നലകളിൽ നീ ചെയ്തതും ഇന്നലകളിൽ നീ പ്രവർത്തിച്ചതും ഓർത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈതലാണോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നാളുകളായി നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഹല്ലേലൂയ. മരിച്ചു പോകുമെന്നുള്ള ദൂത് കേട്ട ഹിസ്കിയാവ്, സൗഖ്യമാകത്തില്ലെന്ന് ദൂത് കേട്ട ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയെങ്കിൽ ഇന്ന് രാത്രി ലോകത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത വലിയ പ്രവൃത്തി നിനക്ക് വേണ്ടി ചെയ്യുവാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തിയുള്ളവർ, വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെയും ഹല്ലേലൂയ ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ഒരു പ്രാർത്ഥന നിമിത്തം ഹല്ലേലൂയ നഗരം വിടുവിക്കപ്പെടുകയാ, ദേശം വിടുവിക്കപ്പെടുകയാ, ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുകയാ. ദൈവത്തിന്റെ കാവല് സൂക്ഷിപ്പ് ആ ദേശം അനുഭവിക്കുവാൻ തക്കോണം ഇടയാകുകയാ. ഇന്ന് രാത്രി ആമേൻ സഹോദര, നീ ഒറ്റയ്ക്കായിരിക്കാം. അതെ, നിന്റെ ജീവിതത്തില് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്, എന്നാൽ നീ എന്ന വ്യക്തി വിടുതൽ പ്രാപിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്നത് നിമിത്തം നീ മാത്രമല്ല, നീ പാർക്കുന്ന ദേശം വിടുവിക്കപ്പെടുകയാ. ആ ദേശത്ത് വിടുതലില്ലാതെ കിടക്കുന്ന അനേകര് വിടുവിക്കപ്പെടുകയാ. ആമേൻ. ആ നഗരം ദൈവത്താൽ ഹല്ലേലൂയ സംരക്ഷണമുള്ള ദേശമായി മാറ്റപ്പെടുകയാ. ഒരുപക്ഷെ നിന്റെ വീടാകാം, ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന സ്ഥാപനമാകാം. അത് എവിടെയായിരുന്നാൽ ഇന്ന് രാത്രി ആമേൻ കരുണാമയൻ, അതെ ക്ഷമിക്കുന്നവൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാ. നീ പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കരുത്. ആമേൻ. അനർത്ഥങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, ആപത്തുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ആമേൻ നീ പിറുപിറുത്തോടാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ദേശത്ത് നിന്നെ മാനിപ്പാൻ ദൈവം ശക്തരാണ്. ആമേൻ. നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നതോടൊപ്പം നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നതോടൊപ്പം ദേശം വിടുവിക്കപ്പെടുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്ഷമിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ആമേൻ. ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. 86-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലൂടെ ഭക്തൻ ഇങ്ങനെ പറയുന്നത്, കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. നാളുകളായി പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നിന്നോട് കൃപ കാണിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ
നിന്നൊക്കെയും വീണ്ടെടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു, ആമേൻ, ഒരു രൂത്തിനെ വീണ്ടെടുത്തത് സത്യവേദപുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് വിലക്കുള്ള, ആമേൻ, ജാതിയിൽ പിറന്ന, ആമേൻ, രൂത്തിനെ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ, ആമേൻ, വംശാവലിയിൽ ഒരു മൂത്തമ്മയായി, ആമേൻ, കയറി വരുവാനുള്ള കൃപ, ആമേൻ, ഹല്ലേലൂയ, വീണ്ടെടുപ്പിലൂടെ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. നമ്മുടെ അകത്യങ്ങളെ നമ്മോട് ക്ഷമിക്കുവാൻ കഴിയുന്ന കർത്താവ് ഇന്നലകളിൽ നിന്നോട് ക്ഷമിച്ച ദൈവ പൈതലായി ജീവിക്കുവാൻ കൃപ നൽകിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ആയിരത്തിന് ദയപാലിക്കുന്നവൻ, ഹല്ലേലൂയ, അകൃത്യവും, ആമേൻ, അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, ഹല്ലേലൂയ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോളം, ആമേൻ, സംരക്ഷിക്കുന്നവൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ദൈവം ആരാ? നീതിമാന, ഹല്ലേലൂയ. എന്നാൽ യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ എന്ത് ചെയ്യുക? വിടുവിക്കുക, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വിടുതലിന് വേണ്ടി കരയുന്ന ദൈവ പൈതലാണോ നിന്റെ ചുറ്റും? ആമേൻ. അതെ, ദൂതന്മാരെ അയച്ച് നിന്നെ വിടുവിപ്പാൻ ശക്തരായ ദൈവം, അവൻ ക്ഷമിക്കുന്നവൻ, ഹല്ലേലൂയ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഇന്നലകളിൽ, ആമേൻ, നീ ചെയ്ത പാപം, ആമേൻ, അതെ, നിന്നെ വീണ്ടും ഓർപ്പിച്ച് നിന്നെ കുറ്റപ്പെടുത്തി ഒരു മൂലയിൽ നിന്നെ ഒതുക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ അതിനകത്തു നിന്ന് നിന്റെ കുറവുകളെ ഇല്ലാതാക്കി അവിടുത്തെ രക്തം കൊണ്ട് കഴുകി നിന്നെ ദൈവ പൈതലാക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, നിന്റെ പാപമത്ര കടും ചുമപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിച്ചുകൊണ്ട് അവന്റെ അടിപ്പിടലുകളാൽ നിന്റെ സൗഖ്യമാക്കുന്നവർ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി ഉലാവിക്കൊണ്ടിരിക്കുക. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട്, ആമേൻ, പറയുന്നത്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അതെ, വളരെ വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലെ, എന്തുകൊണ്ടാണ്, ആമേൻ, ചില വിഷയങ്ങൾ ക്ഷമിക്കപ്പെടാത്ത കിടക്കുന്നത്? ആമേൻ, ചില രോഗങ്ങൾ മാറാത്തത്, ചില ഭാരങ്ങൾ മാറാത്തത്? ആമേൻ, ഇന്ന് രാത്രി ആത്മാവ്, അതെ, ദൈവ, ആമേൻ, സഭയോട് ഓർപ്പിക്കുമ്പോൾ ഹിസ്കിയാവ്, അതെ, ദൈവസന്നിധിയിൽ കരയുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായപ്പോൾ ആ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകിയ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ ആത്മാവിനെ അയച്ച് ഇന്ന് രാത്രി, ആമേൻ, വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ അഗ്നിജാലക്കത്ത് കണ്ണുള്ളവന്റെ മുമ്പിൽ ഭയത്തോടായിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ, നാളുകളായി മറുപടിയില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, ആമേൻ, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ എന്ത് ചെയ്തു? അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ഹല്ലേലൂയ, മരിച്ചാൽ, ആമേൻ, ജീവനോടെ ഇരുന്നാൽ, ആമേൻ, അവന് രൂപാന്തരമുണ്ടായി, ആമേൻ, ആമേൻ, മടങ്ങി വന്ന് അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും കൊണ്ട് ഇരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി, ആമേൻ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ
എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എന്തിനാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ജനത്തോട് യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ ആത്മാവിൽ പറയുവാൻ തക്കോണമിടയായി തീർന്നത്? നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ദീനമായി കിടക്കുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവർ ദീനമായതെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ആമേൻ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ദീനവും പാപവും തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ. അതെ, ഏതെനിൽ പാപം ചെയ്തപ്പോഴാണല്ലോ അവർ ആമേൻ അത് നഗ്നത എന്തെന്നും വേദന എന്തെന്നും കഷ്ടത എന്തെന്നും ആമേൻ മനസ്സിലാക്കിയത്. അപ്പൊ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാ രോഗങ്ങളും ആമേൻ പാപം നിമിത്തം വന്നതാകുന്നുവെന്ന് ഞാൻ പറയുന്നില്ല, സത്യവേദപുസ്തകവും പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ചില രോഗങ്ങൾ ആമേൻ പാപം നിമിത്തം സംഭവിക്കാം. ഹല്ലേലൂയ. എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ആമേൻ മാറാത്ത ഒരു രോഗം ആമേൻ നിന്നെ ദണ്ഡിപ്പിക്കുന്നെങ്കിൽ, നിനക്ക് വേദനയായി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവ് ആരാഞ്ഞറിയുന്നു ആമേൻ നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടാതെ കിടക്കുന്ന മേഖലകളെ വെളിപ്പെടുത്തുക. അതേ ദൈവസന്നിധിയിൽ അതേ മുഴങ്കാൽ മടക്കി ഒന്ന് ആമേൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകൂ. ആമേൻ. ഹൃദയത്തിലെ വേദനകളെ അറിയുന്ന ദൈവം ആമേൻ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോ ആമേൻ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിന്നോട് കരുണ കാണിക്കുവാൻ, നിന്നോട് ക്ഷമിക്കുവാൻ, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവർ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ മൂപ്പന്മാരെ വരുത്തട്ടെ എന്ന് പറയുമ്പോ ബൈബിൾ എടുത്ത് ആമേൻ മൂപ്പന്മാരാണെന്ന് പറഞ്ഞ് ആമേൻ വരുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇടയന്മാരാന്ന് വരുന്നവരുണ്ട്. എന്നാൽ ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം? ആമേൻ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ദൈവിക പരിജ്ഞാനത്തോടായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഹല്ലേലൂയ ആമേൻ അതെ എങ്ങനെയായിരിക്കണം? പരിജ്ഞാനത്തോടെ ആയിരിക്കണം. ആമേൻ മൂപ്പന്മാരെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? രോഗശാന്തി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രോഗികളായി കഴിയുന്നവർ ഹല്ലേലൂയ തമ്മിൽ ആമേൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. സഹോദര സഹോദരി തമ്മിൽ ഭാര്യയും ഭർത്താവും ആകട്ടെ തമ്മിൽ കുറവുകൾ ഏറ്റുപറഞ്ഞു ആമേൻ അത് സൗഖ്യമാകാൻ വേണ്ടി കുറവ് ഏറ്റു പറയുകയല്ല. ഹല്ലേലൂയ. ചിലർ അങ്ങനെയുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആമേൻ എന്ത് ചെയ്യാറുണ്ട്? ആമേൻ പാപങ്ങൾ ഏറ്റു പറയാറുണ്ട്. സൗഖ്യമായി കഴിയുമ്പോൾ പഴയതുപോലെ അല്ല. ഇന്ന് രാത്രി ഹൃദയങ്ങൾ അറിയുന്ന ദൈവം ആമേൻ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയണം. എന്താ പാപം? ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും പാപമാണ്. സഹോദരനെ നിസ്സാരമായി കാണുന്നത് അഗ്നി നരകത്തിന് യോഗ്യനാണ്. അപ്പൊ അത് വലിയ പാപമല്ലേ? ഹല്ലേലൂയ. ആമേൻ. നീതിയിൽ എങ്ങനെ നടക്കാമെന്ന് അറിയുന്നതും ആമേൻ ഈ അറിവ് ഉപയോഗപ്പെടുത്തുന്നതും പാപത്തിനെതിരെ വിജയിക്കാനുള്ള ഒരു ഉറപ്പായ മാർഗമാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? നീതിയിൽ എങ്ങനെ നടക്കാമെന്ന് അറിയുന്നതും ഈ അറിവ് ഉപയോഗപ്പെടുത്തുന്നതും ആമേൻ പാപത്തിനെതിരെ വിജയിക്കാനുള്ള ഒരു ഉറപ്പായ മാർഗമാണ്.
ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കൾ എന്ന നിലയിൽ ലോകത്തിലെ ആളുകളെ പോലെ ജീവിക്കാൻ, ഹല്ലേലൂയ, ലോകത്തിൽ നിന്ന് ധാരാളം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായി ഒരുപക്ഷെ വന്നേക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് വന്നേക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ നാട്ടിൽ നിന്ന് വന്നേക്കാം, നിന്റെ കൂട്ടുകാരിൽ നിന്ന് വന്നേക്കാം, നിന്റെ കൂടപ്പറപ്പിൽ നിന്ന് വന്നേക്കാം, നിന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് വന്നേക്കാം, നിന്റെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ വന്നേക്കാം, നീ വളർത്തി വലുതാക്കുന്ന നിന്റെ മക്കളിൽ നിന്ന് വന്നേക്കാം. ഹല്ലേലൂയ. അതിനാൽ ആമേൻ, ഇന്ന് രാത്രി സ്വയം ഒന്ന് ചോദിക്കാം, ഞാൻ എന്തുകൊണ്ട് പാപം ചെയ്യരുത്? അത് ചെറുതാകട്ടെ, അത് വലുതാകട്ടെ, എന്തുകൊണ്ടാണ് പാപം ചെയ്യരുത് എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഒരുപക്ഷെ ലോകത്തിലെ ആളുകൾ ധാരാളം പാപങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ലെന്നും ആമേൻ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, കരുതുന്നുണ്ടാകാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ചെറിയ പാപം ചെയ്താൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ദൈവം മുമ്പാകെ ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ഇല്ല. പാപം ചെറുതായാലും വലുതായാലും അത് ദൈവത്തിന് പ്രാധാന്യമാണ്. ഹല്ലേലൂയ. ദൈവം മുമ്പാകെ അതേ പാപമാണ്. ഹല്ലേലൂയ. ഏത് പാപവും അതിന്റെ വലിപ്പം പ്രശ്നമല്ല. ദൈവവചനം ഹല്ലേലൂയ അതെ ആ പാപത്തെ പാപമായി തന്നെ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, വീണ്ടും ജനിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ ഈ ലോക പാപം പിശാച് എപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആമേൻ രക്ഷകനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ലോകം, പാപം, പിശാച് എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവരെ ജയിച്ചുമിരിക്കുന്നു. ആമേൻ. ലോകത്തിലുള്ളവൻ ഹല്ലേലൂയ ആമേൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേൻ ഈ ലോകത്തിലായിരുന്ന മാനവരാശിയെ ദൈവം തന്റെ പുത്രനെ അയച്ച് ദൈവത്തിലേക്ക് അതെ ഉയർത്തിയപ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവമക്കൾ ലോകത്തിലുള്ളവരെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇന്ന് രാത്രി ആ പരിജ്ഞാനം പ്രാപിച്ചവർ, ആ വെളിപ്പാട് പ്രാപിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് കുഞ്ഞുങ്ങളെ, ഏത് പാപവും അതിന്റെ വലിപ്പവും പ്രശ്നമല്ല. ആമേൻ. അത് ചെറുതായാലും വലുതായാലും അത് പാപം തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പാപാന്തരമാകുന്ന ലോകത്തിൽ നിന്ന് അത് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നിമിത്തം അതെ മക്കളായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് നിന്നെ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ? ലോകം, പാപം, പിശാച്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ദൈവഹിതത്തിന് എതിരായിട്ടുള്ള എല്ലാത്തിനെയും ജയിക്കുവാൻ ഒരു ദൈവ പൈതലിനെ അഭിഷേകം ചെയ്ത സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. ആമേൻ. എപ്പോഴും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ, സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ, ആത്മ നിറവുള്ള ഒരു ദൈവ പൈതലിന്റെ, ദർശനമുള്ള, പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള ഒരു ദൈവ പൈതലിന്റെ ആമേൻ ജീവിതത്തിൽ ശത്രു ഒരു വാതിൽ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ആമേൻ ആ വാതിലിലൂടെ പ്രവേശിക്കേണ്ടി വന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയരാകേണ്ടി വരും. ഹല്ലേലൂയ. എങ്ങനെയാണ് ശത്രു ഒരു ഡോർ ഓപ്പൺ ആക്കുന്നത്? ഹല്ലേലൂയ. എങ്ങനെയാണ് പലരും ഇന്നും രോഗികളായി തുടരേണ്ടതായിട്ട് വരുന്നത്? ആമേൻ. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗം ഇന്ന് രാത്രി വീണ്ടും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. കാരണം ആമേൻ അതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തലവേദന മാറി നിൽക്കുന്നു, കാലുവേദന മാറി നിൽക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും അതിന് ഭേദമില്ല.
ഇങ്ങനെ പറയുന്ന അനവധി നിരവധി ആളുകളെ എനിക്ക് പരിചയപ്പെടുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. അവൻ ഇന്ന് പകലിലും അപ്രകാരം ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവസരമുണ്ടായപ്പോ സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ ചോദിച്ച സമയത്ത് ദൈവം നൽകിയ വചനവുമായിട്ടാണ് ഇന്ന് രാത്രി ഈ ലൈവിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 27 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഹല്ലേലൂയ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വേദഭാഗമാണിത്. പലപ്പോഴും കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന സമയത്താണ് ഈ വേദഭാഗം ശുശ്രൂഷിക്കാറുള്ളത്. എന്നാൽ ഞാൻ മിക്ക സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ ആമേൻ ശുശ്രൂഷയുടെ ആദ്യം ഞാൻ ഈ കാര്യം ഓർപ്പിക്കാറുണ്ട്. ആമേൻ നിരവധി പേര് വിവിധ രോഗികളായി ഭാരത്തോടെ വേദനയോടെ ഓടി വരാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആമേൻ പാസ്റ്ററെ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ഭേദമാകുന്നില്ല. ആമേൻ അതുകൊണ്ട് ഒരു സമാധാനവുമില്ല. ഇന്ന് രാത്രിയിലും അനവധി നിരവധി അനുഭവങ്ങൾ പറയാനുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ആമേൻ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവമക്കളെ, അവന്റെ അടിപ്പിണരുകളാൽ ദൈവം നമ്മെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ നമുക്ക് ആമേൻ ഒരുക്കിയിരിക്കുന്ന രക്ഷ, ഹല്ലേലൂയ, ആ പദ്ധതിക്കകത്ത് സൗഖ്യം ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ സൗഖ്യം കണ്ടിന്യൂ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ, ഹല്ലേലൂയ, അവർ ആമേൻ അറിഞ്ഞോ അറിയാതെയോ അവരെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ഒരു ഡോർ ഓപ്പൺ ആക്കാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ചെറിയ ചെറിയ പണക്കങ്ങൾ, ചെറിയ ഇണക്കങ്ങൾ, ആമേൻ സഹോദരനെ നിസ്സാരനായി കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ഗലാത്യ ലേഖനത്തിൽ ആമേൻ ജഡപ്രകാരമുള്ള ആമേൻ സ്വഭാവത്തെ കുറിച്ച് ഗലാത്യർ ആമേൻ അതെ 5-ാം അധ്യായം അതിന്റെ ആമേൻ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ സോറി എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തേക്ക് മാത്രമാകട്ടോ. ആമേൻ അങ്ങനെ നിസാരവൽക്കരിച്ച് ഈ കർത്താവിന്റെ മേശയിൽ നിന്ന്, ഈ പാനപാത്രത്തിൽ നിന്ന്, ഈ അപ്പത്തിൽ നിന്ന് ഭാഗവാക്കാകുന്നവൻ, ഹല്ലേലൂയ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, ഹല്ലേലൂയ, തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ശരീരം എന്ന് പറയുന്നത് ആമേൻ പലപ്പോഴും ആമേൻ തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് പറയുമ്പോൾ ആമേൻ അവന്റെ ശരീരത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ ശരീരം എന്താ? കർത്താവിന്റെ ശരീരം രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. ഹല്ലേലൂയ. ദൈവസഭയുടെ അംഗമായിരിക്കുന്നവർ, ഹല്ലേലൂയ, പലരായ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലയോ? ഹല്ലേലൂയ. അപ്പോ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഭവനം, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, നമ്മളിപ്പോ ഇന്ന് രാത്രി അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ, ഭർത്താവ്, മക്കൾ. ഹല്ലേലൂയ. ആ ഭാര്യയോട് കയ്പായിരുന്നിട്ട്, ഭർത്താവിനോട് കയ്പായിരുന്നിട്ട്, അല്ലെങ്കിൽ മക്കളോട് കയ്പായിരുന്നിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ മറിച്ച് ആമേൻ ഭാര്യയെ മറച്ച് ചില വിഷയങ്ങൾ ആമേൻ നീ ആരും അറിയുന്നില്ല എന്ന് മനസ്സിലാക്കി സ്വോത്രം പറഞ്ഞ് കർത്താവിന്റെ മേശയിൽ നിന്ന് നീ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നിമിത്തം, ഹല്ലേലൂയ, കാരണം ആ വീട്ടിലെ സഭ, ആ സഭയുടെ ശിരസ് കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, തിന്നുകയും കുടിക്കുകയും ചെയ്യാവുന്നവൻ
ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും എന്ത് ചെയ്യുന്നു? ബലഹീനരാണ്. ഹല്ലേലൂയ. രോഗികളാകുന്നു. അനേകരും എന്ത് ചെയ്യുന്നു? നിദ്ര കൊള്ളുന്നു. നോക്കിക്കേ, ബലഹീനത, രോഗികൾ, ഇത് രണ്ടും രണ്ടല്ലേ? ബലഹീനത, രോഗം, പിന്നെ നിദ്ര. ആദിമ മനുഷ്യനായ ആദാമിനോട് ഹവ്വയോടും സർവശക്തനായ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും. അവിടെ ജഡിക മരണത്തെക്കുറിച്ച്, ആമേൻ, ശാരീരിക മരണത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ആത്മീയ മരണത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ആമേൻ. അവരിൽ ആത്മീയ മരണം സംഭവിച്ചത് കൊണ്ടാണ് അവർ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയത്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോഴാണ് പിശാച്, ആമേൻ, കയറി വന്ന്, ആമേൻ, ആക്രമിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. നോക്കണമേ, ആ കുടുംബത്തിൽ പിശാചിന് ഇടം കൊടുത്തത് കൊണ്ട് പിശാച്, ആമേൻ, അവരുടെ ഭവനത്തിൽ കയറി, അവരുടെ ഭവനത്തിൽ നിന്ന് ഭൂമിയിലെ ഒന്നാമത്തെ കൊലപാതകൻ പുറത്തു വന്നു. ഹല്ലേലൂയ. നോക്കണമേ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ മിടുക്കന്മാരാ, അല്ലെ? ഹല്ലേലൂയ. എന്നാൽ നമ്മെ തന്നെ വിധിച്ചാൽ നാം എന്ത് ചെയ്യില്ല? വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പ്രാരംഭത്തിൽ, ആമേൻ, വായിച്ച തിരുവചനം, ആമേൻ, എന്താണ് അവിടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്? പാപവും രോഗവും തമ്മിൽ ഉള്ള, ആമേൻ, ഒരു, ആമേൻ, ബന്ധമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്താണ് പാപവും രോഗവും? ഹല്ലേലൂയ. നമ്മെ ബാധിക്കുന്ന ധാരാളം രോഗങ്ങൾ പാപത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് നിഷേധിക്കും? എത്ര പേര് അത് സ്വീകരിക്കും? ഹല്ലേലൂയ. അങ്ങനെ നാം പാപം ചെയ്യുകയോ നമ്മോട് ക്ഷമിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ശത്രുക്കൾക്ക് രോഗങ്ങളാൽ നമ്മെ പീഡിപ്പിക്കുവാൻ അതേ ഇടം നാം സൃഷ്ടിക്കുകയാണ്. അതെ, പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം, ആമേൻ, നാം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട്, ചില വ്യക്തികളോട്, ആമേൻ, ഇടപെടുന്നു. ആമേൻ. വിട്ടുമാറാത്ത രോഗം, വിട്ടുമാറാത്ത ബലഹീനത നിന്റെ ജീവിതത്തിനകത്ത് ശേഷിക്കുന്നുവെങ്കിൽ, എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് അയോഗ്യമായി അപ്പം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ പാനപാത്രത്തിൽ നിന്ന് അതേ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിരുന്ന്, ഞാൻ ആരോടെങ്കിലും ശത്രുത്വത വെച്ച്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട്, ഞാൻ മറച്ചു വെച്ചിട്ട്, ഞാൻ അതിൽ നിന്ന് പങ്കാളി ആയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട്, ആമേൻ, ഒന്ന് പറയുവാൻ, ഒന്ന് കരയുവാൻ, ആ ഹിസ്കിയാവിനെ പോലെ മുഖം ദൈവസന്നിധിയിലേക്ക് തിരിച്ച് ഒന്ന് നിലവിളിക്കുവാൻ, കരയുവാൻ തയ്യാറായ ഇന്ന് രാത്രി നിന്റെ ബലഹീനതകളെ എടുത്തു മാറ്റി, നിന്റെ നിന്ദകളെ ആ ക്രൂശിൽ അതേ ചുമന്ന് വഹിച്ചവർ അവന്റെ അടിപ്പിടലുകളാൽ നിന്നെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം, 1 യോഹന്നാൻ 1:9, ആമേൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ലേഖനം ദൈവസഭയ്ക്കുള്ളതാ. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷമാകട്ടെ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാ. എന്നാൽ ലേഖനം എന്ന് പറയുന്നത്, ആമേൻ, ദൈവസഭയിൽ അംഗമായിരിക്കുന്നവർക്കുള്ളതാ. അങ്ങനെയെങ്കിൽ ഇന്നലെ അയോഗ്യമായി അപ്പം തിന്നുപോയി, അയോഗ്യമായി അത് പാനപാത്രം കുടിച്ചുപോയി, അത് നിമിത്തം പലരും ബലഹീനരായി, അത് നിമിത്തം പലരും രോഗികളായി, അത് നിമിത്തം പലരും ആത്മീയ മരണം സംഭവിച്ച പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയാതെ, ആത്മീയമായി അപമൃത്യപ്പെടുവാൻ കഴിയാതെ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനോ നീതിമാനുമാകും. ഹല്ലേലൂയ. ക്ഷമയാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. അതുകൊണ്ട്
എല്ലാ ആഴ്ചയിലും പാപം ചെയ്തിട്ട് ആമേൻ ഏറ്റു പറഞ്ഞിട്ട് ആമേൻ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് ഓർത്ത് ആരെങ്കിലും അവസരം ആമേൻ മുതലെടുക്കാൻ നോക്കിയാൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ അവന് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അവന് കത്തുന്ന നരകം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ക്ഷമയാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. ആമേൻ. ഇത് കൂടാതെ മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും അവയുടെ മൂല്യം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, ഹല്ലേലൂയ, ആമേൻ, അത് സംതൃപ്തിയാകട്ടെ, ഹല്ലേലൂയ, ആമേൻ, എന്ത് വേണമെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പാപമോചനം, ഹല്ലേലൂയ, ആമേൻ, നേടിയില്ലെങ്കിൽ അവ കുറച്ചു നേരം മാത്രം, ഹല്ലേലൂയ, അതെ ആസ്വദിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. അതെ, അത് അല്പം കുറവാണെങ്കിലും, സമ്പത്ത് കുറവാണെങ്കിലും, ആരോഗ്യം അല്പം കുറവാണെങ്കിലും, ഹല്ലേലൂയ, ആഗ്രഹങ്ങളുടെ സംതൃപ്തി അല്പം കുറവാണെങ്കിലും, ആമേൻ, ദൈവത്തിൽ നിന്ന് പാപമോചനം നേടുകയാണെങ്കിൽ, ഹല്ലേലൂയ, എന്നേക്കുമായുള്ള നിത്യജീവൻ അവകാശമായി ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ നിത്യജീവൻ അവകാശമാക്കുന്ന ഒരു ദൈവ പൈതലിനെ അവൻ സൗഖ്യമാക്കുക തന്നെ ചെയ്യും, വിടുവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുന്നവർ കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. അതുകൊണ്ട് ക്ഷമ ആവശ്യമാണ്. ഹല്ലേലൂയ. അതേ ക്ഷമയിലൂടെ മാത്രമേ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സ്നേഹിത, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുണ്ട്. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആരോടെങ്കിലും കയ്പായിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ കയ്പിനെ മാറ്റിയിട്ട് വേണം അതേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതെ, 30-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്ന് രാത്രി ആ പാപങ്ങൾ ഒന്ന് ഏറ്റുപറയാമേ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ആ കൺവെൻഷനിൽ വെച്ച് കൈ ഉയർത്തി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് സമ്മതിച്ചു. ഞാൻ യേശുവിനോട് എന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. സ്നേഹിത, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയ സ്നേഹിത, സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, ദൈവം തന്റെ സഭയ്ക്ക് അനുഷ്ഠിക്കുവാൻ കൊടുത്ത കർത്താവിന്റെ മേശയിൽ നിന്ന് നീ ഭക്ഷിച്ചത് അയോഗ്യമായിട്ടാണെങ്കിൽ അത് നിമിത്തം നിനക്ക് ബലഹീനതയുണ്ടാകും, അത് നിമിത്തം നിനക്ക് രോഗമുണ്ടാകും, അത് നിമിത്തം നിന്നിൽ ആത്മീയ മരണം സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ, അതെ, ഒന്ന് കർത്താവിനോട്, ആമേൻ, ആ പരിശുദ്ധാത്മാവിനോട്, ആ പിതാവാം ദൈവത്തോട് ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണ്. എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒരു സൗഖ്യം നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ലംഘനങ്ങള് നീ മറന്നുപോയെങ്കിൽ, ആമേൻ, ആ കാര്യം നീ മറന്നുപോയെങ്കിൽ, എവിടെയെങ്കിലും പിശാചിന് അവകാശം പറഞ്ഞ് തൂങ്ങിക്കിടക്കുവാൻ ഒരു പഴുത് നീ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ അടയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഒന്ന് ആ ഹിസ്കിയാവ് ഉമരിന് നേരെ മുഖം തിരിച്ചത് പോലെ ഇന്ന് രാത്രി നീ ദൈവമുഖത്തേക്ക് നോക്കി അതെ പ്രാർത്ഥിക്കുവാൻ, ഒന്ന് കരയുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നിന്റെ നിലവിളി കേട്ട് അവൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്ത ഞാൻ മിസ്രൈമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരാതിരിക്കുകയില്ല, നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അരുളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച കർത്താവിനെ മഹത്വപ്പെടും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ വാക്കല്ല. ഇന്നത്തെ തലമുറ ആരുടെ വാക്കാ കേൾക്കുന്നത്? ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന ഹായ് ലൈക്കും ഇടുന്നവരുടെ വാക്കാ. ഹല്ലേലൂയ. ആമേൻ. പിന്നെ കുറെ പേരുണ്ട്
നാട്ടിലൂടെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറെ പേര്. ആമേൻ. ദുഷ്ടന്മാർ, പാപികൾ, പരിഹാസികൾ. ഹല്ലേലൂയ. ആമേൻ. അവരുടെ വാക്ക് കേൾക്കുന്നവർക്ക് ആമേൻ ഇവിടെ ആമേൻ രോഗവും പകർച്ചവ്യാധിയും ഒക്കെ പേടിക്കേണ്ടി വരുന്നത്. എന്നാൽ ദൈവമായ യഹോവയുടെ, ആരുടെ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ആമേൻ. അല്ലെങ്കിൽ പിന്നെ ആമേൻ ആ പുരുഷനോട് ചോദിച്ചപ്പോ, ആദാമിനോട് ചോദിച്ചപ്പോ ആദാം പറഞ്ഞില്ലേ, നീ എനിക്ക് തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ പാസ്റ്റർ പറഞ്ഞിട്ട, ആ സഹോദരൻ പറഞ്ഞിട്ട, ആ സഹോദരി പറഞ്ഞിട്ട. ഹല്ലേലൂയ. അപ്പൊ സ്ത്രീയോട് ചോദിച്ചപ്പോ പറഞ്ഞു, അതെ, പാമ്പ് എന്നെ ചതിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പാമ്പിനും കൊടുത്തു പണി. ഹല്ലേലൂയ. പുരുഷനെ വിളിച്ചു, നീ സ്ത്രീയുടെ വാക്ക് കേട്ടത് കൊണ്ട്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെടും. നോക്കണേ, അനുഗ്രഹിക്കപ്പെട്ട ഭൂമി ഒരുത്തൻ ഭാര്യയുടെ വാക്ക് കേട്ടത് കൊണ്ട്, അനുസരിച്ചത് കൊണ്ട് ശപിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നിന്റെ വീട് ആമേൻ ശാപമുള്ള വീടായി മാറാ. നീ വലിയ പാപമോ ചെറിയ പാപമോ അങ്ങനെ ഇല്ലെന്നേ. നിന്റെ തലമുറ നശിക്കാൻ. നോക്കിക്കേ, ആദാമ് ഹവ്വയും ഒരു പഴം തിന്നേ ഉള്ളൂ, തലമുറ കൊലപാതകനായി. ദൈവമുള്ള ഭവനമല്ലായിരുന്നോ? ദൈവം അവരോട് സംസാരിച്ചതല്ലേ? ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചതല്ലേ? ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി സ്നാനപ്പെട്ട ദൈവ പൈതലേ, അയോഗ്യമായ അപ്പം തിന്ന്. എന്താ അയോഗ്യത? പുതിയ നിയമസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവമക്കൾ സഹോദരനെ നിസ്സാരനെന്ന് കണ്ട അഗ്നി നരകത്തിന് യോഗ്യനാണെന്ന്, അത് പാപമല്ലേ? നോക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭകൾ അംഗമായിരിക്കുന്നവർ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് ജീവിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആമേൻ നിദ്രയും ആമേൻ അനുഭവിക്കേണ്ടതായി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്ത ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ആവർത്തന പുസ്തകം 28:14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 31 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ അതെ ചില രോഗങ്ങൾ, ചില ബാധകൾ, ചില പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകൾ ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇന്നും വിട്ടുമാറാതെ ഇത്യാദി രോഗങ്ങളും ഭാരങ്ങളും വേദനകളും ശേഷിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സൗഖ്യമാക്കുന്ന യഹോവയായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആമേൻ നിന്റെ പാപം എത്ര കടുചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ അടുക്കൽ വന്നവരെ എല്ലാം സൗഖ്യമാക്കിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഹല്ലേലൂയ അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു. ഹല്ലേലൂയ. അവരുടെ പള്ളികളിൽ എന്ത് ചെയ്തു? ഉപദേശിച്ചു. ആമേൻ. രാജ്യത്തിന്റെ സുവിശേഷം എന്ത് ചെയ്തു? പ്രസംഗിക്കുകയും
സകല ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിച്ച സങ്കീർത്തനം ആമേൻ ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇത് എല്ലാവർക്കും ബാധകം ആകണമെന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെയും എല്ലാ രോഗങ്ങളെയും ദൈവം എപ്പോഴും സുഖപ്പെടുത്തുമെന്ന് ഒരു വാഗ്ദാനമല്ല ആ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പിന്നെ ആമേൻ എന്താണ് യേശു കർത്താവിലൂടെ ഇവിടെ ദൈവം ചെയ്തത്? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചത്. ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ അവരുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. അപ്പോ 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ആമേൻ അവൻ പാപം ക്ഷമിക്കുന്നവനും ആമേൻ അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സൗഖ്യമാകണമെന്നില്ല. എന്നാൽ അവൻ സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ എവിടെ ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി നോക്കണമേ. അവൻ വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. കണ്ണ് കാണാത്ത കുരുടന്മാർ എങ്ങനെയാണ് അവന്റെ അടുക്കൽ വന്നത്? ഹല്ലേലൂയ. ആമേൻ. കണ്ണ് കാണാത്ത ആളുകൾ ഇന്ന് ഇതുവഴി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് കേൾക്കാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ കുറിച്ച് അവർ കേട്ടു. അവർ തപ്പിയോ തടഞ്ഞോ വീണോ എഴുന്നേറ്റോ ആമേൻ അവന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി വിടുതൽ നിനക്ക് വേണമോ? യേശുവിന് മാത്രമേ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. പാപവും ആമേൻ രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ഇന്ന് രാത്രി ചില പാപങ്ങൾ അതെ ക്ഷമിക്കപ്പെട്ട നീ സൗഖ്യമാകൂ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട്, നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ. ഹല്ലേലൂയ. അപ്പൊ ദേവാലയത്തിന് പുറത്ത് വെച്ച് അവൻ സൗഖ്യത്തിന് വേണ്ടി ആമേൻ യേശുവിന്റെ അടുക്കൽ വന്നവനാ. ഹല്ലേലൂയ. നോക്കൂ ആമേൻ. ഹല്ലേലൂയ. അതെ നിനക്ക് സൗഖ്യമായല്ലോ. ആമേൻ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. നോക്കണമേ, ദേവാലയത്തിന് വെളിയിൽ വെച്ച് യേശുവിന്റെ അടുക്കൽ വന്നവനെ ദേവാലയത്തിനകത്ത് വെച്ച് കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, ഇന്നലെ ആ രോഗവുമായി കഴിഞ്ഞവൻ, വേദനയുമായി കഴിഞ്ഞവൻ, എന്റെ അടുക്കൽ നിലവിളിച്ചോണ്ട് വന്നവൻ ഇപ്പോൾ ഇതാ സൗഖ്യമായി ദേവാലയത്തിനകത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. ദേവാലയത്തിനകത്ത് നിൽക്കുന്നവനോട് പറയുകയാണ്, തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ദേവാലയത്തിനകത്ത് കയറിയവന് ഇനിയും പാപം ചെയ്യാൻ കഴിയുമോ? ദൈവസഭയുടെ അംഗമായി അതെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അതെ പാപം ചെയ്യുവാൻ കഴിയുമോ? അതെ യേശു പറഞ്ഞു, ദേവാലയത്തിനകത്ത് അതെ നിൽക്കുന്നവനോട് തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നീ ദൈവസഭയ്ക്കകത്താണെന്നും പറഞ്ഞു. ഹല്ലേലൂയ. നീ ആമേൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവളാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. നീ തിന്മയായത് ചെയ്താൽ ഹല്ലേലൂയ തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ. അതേ കർത്താവിന്റെ മേശയോട് അടുക്കുമ്പോൾ ആമേൻ നീ അയോഗ്യമായി അപ്പം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിസാരമായിട്ട് കണ്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അല്ലെങ്കിൽ ഇന്ന് രാത്രി കാണാതെ പോയത് ആമേ കൂടെയുള്ളവ 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി വന്ന കർത്താവ് ഇന്ന് രാത്രി സ്നേഹിത നിന്നെ തേടി വരികയാണ്. ഹല്ലേലൂയ. അവനോട് സംസാരിച്ച വാക്കുകളിൽ മനുഷ്യന്റെ വൈകല്യം അവന്റെ പാപത്തിന്റെ ഫലമാണെന്നും അവന്റെ പാപത്തിൽ അവൻ തുടരുമെന്ന അപകടമുണ്ടെന്നും ഹല്ലേലൂയ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവന്റെ ബലഹീനതയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ
ഹല്ലേലൂയ. അവന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് അവൻ വളരെ ആമേൻ ഹല്ലേലൂയ പ്രാധാന്യം ആമേൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നിന്റെ ബലഹീനത വെച്ചുകൊണ്ട് നീ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ പാപത്തിൽ നിന്ന് നീ മോചനം പ്രാപിച്ച് ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ, ബലഹീനതയുണ്ടോ, രോഗമുണ്ടോ, ആമേൻ ആത്മീയ മരണം സംഭവിച്ചിട്ടുണ്ടോ, ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുവാൻ, യേശുവേ എന്ന് നിലവിളിക്കുവാൻ ആമേൻ തയ്യാറാണെങ്കിൽ നിന്റെ നിലവിളി കേട്ട് നിന്നെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. നല്ല ഭക്ഷണം കഴിക്കുക, അതുവഴി നല്ല ആരോഗ്യമുണ്ടാകുക. ഹല്ലേലൂയ. ശുദ്ധമായ വെള്ളം ആമേൻ കുടിക്കുക, അതുവഴി നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകുക. ഹല്ലേലൂയ. ശരീരത്തിന് നല്ല വ്യായാമം കൊടുക്കുക, ആമേൻ ശരീരത്തിന് അത് നല്ല ഗുണം ചെയ്യും. ഹല്ലേലൂയ. ശുദ്ധമായ അന്തരീക്ഷത്തിൽ ഉറങ്ങുക, അത് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഗുണമായിരിക്കും. ഹല്ലേലൂയ. വിശ്രമിക്കുക, ആമേൻ അത് ജീവിതത്തിൽ വലിയ ആശ്വാസമായിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നിരുന്നാലും ദൈവ പൈതലായി ജീവിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ചെറിയ പാപം ചെയ്യുവാൻ മനസ്സ് വെക്കുന്നത് നിങ്ങളെ രോഗങ്ങൾക്കും ബലഹീനതകൾക്കും എന്താ ഇരയാക്കും. ഹല്ലേലൂയ. നല്ല ആഹാരം കഴിച്ചില്ലെങ്കിൽ ആമേൻ പോഷകക്കുറവ് കൊണ്ട് എന്ത് സംഭവിക്കും? രോഗം സംഭവിക്കും. ശരീരം ബലമില്ലാതായി മാറും. അതുകൊണ്ട് ദൈവമക്കളെ, ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്വത്രകാഴ്ച കൊടുക്കുന്നുണ്ട്, മാസികവും കൂടുന്നുണ്ട്, കൺവെൻഷൻ നടത്തുന്നുണ്ട്, കൺവെൻഷന് പാടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഹല്ലേലൂയ. ഒരു ചെറിയ പാപം ചെയ്യുവാൻ മനസ്സ് വെക്കുന്നത് നിങ്ങൾ രോഗങ്ങൾക്കും ബലഹീനതകൾക്കും ഇരയാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ ദൈവസഭയുടെ അംഗമായി മാറിയവരോട് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാൻ. ഹല്ലേലൂയ. അതിനാൽ ലോകത്തിലുള്ളവർ ഹല്ലേലൂയ ഈ ഭൂമിയിൽ പലതും ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ദൈവമക്കൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ നോട്ടം, ഹല്ലേലൂയ, നിങ്ങൾ നോക്കേണ്ടത് എങ്ങോട്ടായിരിക്കണം? യേശുക്രിസ്തുവിലേക്കായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൽ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. ആരോഗ്യവും സന്തോഷകരവുമായ ജീവിതം ആസ്വദിക്കുവാൻ ഹല്ലേലൂയ നീതിയുടെയും വിശുദ്ധിയുടെയും ആമേൻ അതേ ശുചിത്വത്തിന്റെയും വെളിച്ചം ആമേൻ എന്ത് ചെയ്യണം? പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ് അത് സാധിക്കുക? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇന്ന് രാത്രി കേട്ട വചനം ഹല്ലേലൂയ ആമേൻ അതേ പിതാവായ ആ സ്നേഹവാനായ ആ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ എന്തിനാണ് ഇന്ന് രാത്രി ആമേൻ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ അവസരം ഒരുക്കിയത്? ആമേൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ആമേൻ ചില ബലഹീനത മാറുന്നില്ല, ചില ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകുന്നില്ല, ആമേൻ ആത്മീയമായി ഉണർത്തപ്പെടാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ അയോഗ്യമായി അപ്പം ഭക്ഷിച്ചതുകൊണ്ട്. ആമേൻ മനുഷ്യരോട് ചെയ്ത പാപം ആമേൻ ദൈവം ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ചെയ്ത പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിനാൽ എഴുതിയ വചനം ദൈവ പൈതലെ നിന്നെ കേൾപ്പിച്ചത് ഹല്ലേലൂയ തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. വിശുദ്ധിയുടെയും ആമേൻ ആ വേർപാടിന്റെയും ആ ശുചിത്വത്തിന്റെയും ആമേൻ വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിനായി ഹല്ലേലൂയ അതേ ലോകത്തിലുള്ളവരിലേക്ക് നോക്കാതെ ഹല്ലേലൂയ ഉയരത്തിൽ നിറങ്ങി വന്ന് അതേ ഉയരങ്ങളിലേക്ക് കരയേറിപ്പോയ കർത്താവിലേക്ക് നമ്മുടെ നോട്ടം ഉറപ്പിക്കാം. ഹല്ലേലൂയ. അവനാ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഞാൻ അതേ പോയതുപോലെ മടങ്ങി വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്താമല്ല. ഹല്ലേലൂയ. ആ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ ആമേൻ ഈ ലോകം പാപം പിശാച് എപ്പോഴും അതേ നമ്മളെ ആക്രമിക്കുവാൻ
തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തള്ളി വീഴ്ത്തുവാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അധർമ്മമൂർത്തി ആമേൻ വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ആമേൻ. രോഗിയായി കിടന്ന ഹിസ്കിയ രാജാവിന്റെ ഭവനത്തിലേക്ക് യെശയ്യാവിനെ അയച്ച് ആമേൻ അവനൊന്ന് ക്രമീകരിക്കപ്പെട്ടപ്പോ അവന്റെ ആയുസ്സിനെ ദീർഘമാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു ക്രമീകരണം വരുത്തേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം വരുത്തുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കി ഒന്ന് മുഴങ്കാൽ മടക്കി കരയുവാൻ, ലംഘനങ്ങളെ ഏറ്റുപറയുവാൻ ആമേൻ നീ തയ്യാറാണോ? ആമേൻ നിന്നെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ ഹല്ലേലൂയ അവന്റെ അടുക്കൽ വന്നവരെയെല്ലാം അവൻ സൗഖ്യമാക്കി. ഹല്ലേലൂയ. നാം കേട്ടല്ലോ, ആലയത്തിന് വെളിയിൽ വെച്ച് കണ്ടവൻ ഹല്ലേലൂയ സൗഖ്യമായി ആലയത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി മേലാൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ പാപവും ആമേൻ ആമേൻ രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പാപത്തിന്റെ അനന്തരഫലമായി രോഗം പേറി കഴിയുന്ന ചില വ്യക്തികള് എഴുന്നേൽക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നീതിയിൽ എങ്ങനെ നടക്കാമെന്ന് അറിയുന്നു. ഈ അറിവ് ഉപയോഗപ്പെടുത്തുന്നു പാപത്തിനെതിരെ വിജയിക്കുവാനുള്ള ഒരു ഉറപ്പായ മാർഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലപ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ ലോകത്തിലെ ആളുകളെ പോലെ ജീവിക്കാം. ലോകത്തിൽ നിന്ന് ധാരാളം സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, നേരിട്ടേക്കാം. അവിടെ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി അയോഗ്യമായി അപ്പം തിന്നാതിരിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഓരോ ദിവസവും ദൈവവചനം വായിച്ച് ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഇസ്രായേൽ ജനത്തോട് ആമേൻ കനിവ് കാണിച്ച ദൈവം ഹല്ലേലൂയ നമ്മോടും കനിവ് കാണിപ്പാൻ അതേ മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളതൊക്കെയും ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചു. ആ യഹോവയായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശു കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഹല്ലേലൂയ അതേ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി കണ്ണുകളടച്ചാൽ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി പരിശുദ്ധാത്മാവേ, ആളുകളായി വിടുതലില്ലാതെ ബലഹീനരായി രോഗികളായി കഴിയുന്നു പിശാച് അവരുടെ മുമ്പിൽ ഒരു ഡോർ ഓപ്പണാണ്. അവരെ തകർക്കുവാനായി ആമേൻ പിന്തുടർന്നത് തിരിച്ചറിയാതെ അയോഗ്യമായി അപ്പം തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ട് ബലഹീനരും രോഗികളായി കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഒരിക്കൽ കൂടെ അവരോട് കരുണ കാണിച്ചു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആമേൻ ഏറ്റു പറഞ്ഞു കരുണയ്ക്കായി യാചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഒരിക്കൽ കൂടെ കരുണ കാണിക്കണം, ഒരിക്കൽ കൂടെ മനസ്സലിയണം. കർത്താവ്, ഇന്ന് വരെയും യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യമോ വിടുതലോ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ലൈവ് ആദ്യമായി ശ്രദ്ധിക്കുന്നെങ്കിൽ
യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യത സ്വന്തമാക്കുവാൻ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി തീരട്ടെ. ഇന്നലകളിൽ അപ്രകാരം ജീവിച്ചവർ അയോഗ്യരായി അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്തിട്ട് ബലഹീനരായിട്ടോ രോഗികളായിട്ടോ ആത്മീയമരണം സംഭവിച്ചതായിട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് അവരോട് ക്ഷമിച്ച് അവരുടെ മേൽ സൗഖ്യം നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുത്താൽ, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താൽ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തികമായി ദുരിതങ്ങൾ അനുഭവിക്കുന്ന, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, ശരീരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന, മനസ്സിൽ അസ്വസ്ഥത ഉളവാകുന്ന വിധത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക പോരുകളോട് എതിർത്ത് നിൽക്കുവാൻ ഉതകേണ്ടത് ഉയരത്തിൽ അഭിഷേകത്താൽ അവിടെ നിറയ്ക്കണമേ. അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിച്ചു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ചു പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാദിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ വചനം ശ്രവിച്ച എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു ജോസ് ശുഭരാമൻ.